ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ്. ഇപ്പൊ ചൂട് കാപ്പിയും ചൂട് അറിവുകളുമായി കോഫി വിത്ത് പ്രശാന്ത് വീണ്ടും വന്നിരിക്കുകയാണ്. നമ്മുടെ 4ാമത്തെ എപ്പിസോഡാണ്. ഏറ്റവും മികച്ച രീതിയിൽ നമ്മൾ SCRT ഉൾപ്പെടെ ഈ ക്ലാസ്സുകൾ കൊണ്ടുപോകുന്നു എന്ന് നിങ്ങൾ പറയുന്നതിൽ നമുക്ക് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി തന്നെ ഈ ഒരു പരിപാടി നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ കുറച്ച് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്: ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഒന്ന്, സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. വൻകിട വ്യവസായങ്ങൾക്ക് പരിഗണന. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഗാന്ധിജി വൻകിട പദ്ധതികൾക്ക് ഒരിക്കലും വ്യവസായങ്ങൾക്ക് പരിഗണന കൊടുക്കില്ല എന്ന ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. എങ്കിലും 7ാം ക്ലാസ്സിലെ ഗാന്ധിജിയും സാമ്പത്തിക ശാസ്ത്രവും എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. അതിൽ കൃത്യമായി പറയുന്നുണ്ട്. ഏറ്റവും തുടക്കത്തിൽ ഗാന്ധിജിയുടെ ഒരു കോട്ടാണ്: ഇന്ത്യക്ക് ആവശ്യം മൂലധനം ഏതാനും പേരിൽ കേന്ദ്രീകരിക്കലല്ല. 1900 മൈൽ നീളവും 1500 മൈൽ വീതിയുമുള്ള ഈ ഭൂഖണ്ഡത്തിലെ 7.5 ലക്ഷം ഗ്രാമങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കാനാവുന്ന വിധത്തിൽ വിതരണം ചെയ്യലാണ് എന്ന് മഹാത്മാഗാന്ധി പറയുന്നുണ്ട്. അവിടെ അത് മുതലാണ് ഗാന്ധിജിയും സാമ്പത്തിക ശാസ്ത്രവും ആരംഭിക്കുന്നത്. അതായത് ദാദാഭായ് നവറോജിക്ക് ശേഷം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രത്തിന് തനതായ സംഭാവനകൾ നൽകിയത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാ ഗാന്ധി ആയിരുന്നു. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമായ ഹിന്ദ് സ്വരാജിൽ 1909 തന്നെയാണ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്രാശയങ്ങളുടെ തുടക്കവും. ഇപ്പൊ ഗാന്ധിജിയുടെ ആദ്യത്തെ പുസ്തകം എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദ് സ്വരാജ് ആണ്. ഗാന്ധിജിയുടെ ആദ്യ പുസ്തകമാണ് ഹിന്ദ് സ്വരാജ്. അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്രാശയങ്ങളുടെ തുടക്കം നമ്മൾ പറഞ്ഞു ഹിന്ദു സ്വരാജിൽ 1909. ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. കൃത്യമായി മനസ്സിലാക്കുക, ഗാന്ധിജിയുടെ ആശയങ്ങൾ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയ്ക്കും ധാർമ്മിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നവയായിരുന്നു. ഓക്കെ, ഇതാണ് ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെടുന്ന ആശയങ്ങൾ എന്ന് പറയുന്നത്. ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും ധാർമ്മിക മൂല്യവും വെച്ചാണ്. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന മഹത്തായ ആശയം സമ്പദ് ശാസ്ത്ര രംഗത്ത് പുതിയ ചിന്തകൾക്ക് വഴിതെളിച്ചു. അപ്പൊ ട്രസ്റ്റിഷിപ്പ് എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര രംഗത്തെ ഒരു ആശയമാണ് എന്ന് മനസ്സിലാക്കുക. സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് ട്രസ്റ്റിഷിപ്പ് എന്നതിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത്. അപ്പൊ ട്രസ്റ്റിഷിപ്പ് എന്ന് പറയുന്ന ഈ ഒരു സമ്പദ് വ്യവസ്ഥയിലൂടെ ഗാന്ധിജി ലക്ഷ്യമിട്ടത് എന്താണ്? സത്യത്തിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു സമ്പദ് വ്യവസ്ഥ. ഇവിടെ ബോക്സിൽ കൃത്യമായി കൊടുത്തിട്ടുണ്ട് ട്രസ്റ്റിഷിപ്പ്. മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് എന്ന ആശയത്തിന്റെ പ്രധാന ഉള്ളടക്കം താഴെ പറയുന്ന പ്രകാരമാണ്: ഒന്ന്, മുതലാളി തനിക്കു മാത്രമായുള്ള ഉടമസ്ഥാവകാശം പരിത്യജിക്കുകയും സമ്പത്ത് കൈവശം വെച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ഒരു ട്രസ്റ്റി എന്ന നിലയിലാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യേണ്ടതാണ്. 2, ഒരു ട്രസ്റ്റിക്ക് പൊതുജനങ്ങളല്ലാതെ വേറെ അനന്തരാവകാശികളില്ല. 3, ഉൽപാദനത്തിന്റെ സ്വഭാവം നിശ്ചയിക്കുന്നത് വ്യക്തികളുടെ ഹിതമോ അത്യാഗ്രഹമോ അനുസരിച്ചല്ല, സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അനുസരിച്ചാണ്. 4, മാന്യമായി ജീവിക്കാൻ ഉതകുന്ന കുറഞ്ഞ വേതനം നിശ്ചയിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ സമൂഹത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അനുവദിക്കാവുന്ന ഏറ്റവും കൂടിയ വേതനത്തിനും പരിധി കൽപ്പിക്കേണ്ടതുണ്ട്. ഇങ്ങനെയാണ് മഹാത്മാഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ട്രസ്റ്റിഷിപ്പിന്റെ ഉള്ളടക്കം. ഇനി അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ ഇങ്ങനെ ക്രോഡീകരിക്കാം എന്ന് പറഞ്ഞൊരു 4 പോയിന്റ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത്. നിങ്ങൾ നോക്കുക, ഇതിൽ അദ്ദേഹത്തിന്റെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളെ ക്രോഡീകരിക്കാം. 1, കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം. കാർഷിക ഗ്രാമീണ വ്യവസ്ഥയ്ക്ക് പ്രാധാന്യം. മറ്റൊന്ന്, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന. കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ. ഈ 4 പോയിന്റുകൾ നിങ്ങൾ നോക്കുക. ഈ അവസാനത്തെ 3 പോയിന്റുകളാണ് നമ്മുടെ ചോദ്യമായി. സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം. വൻകിടയല്ല, കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്കാണ് പരിഗണന. സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ സമ്പദ് വ്യവസ്ഥ. ശരിയാണ്. 1ഉം 3ഉമാണ് ഉൾപ്പെടുന്ന പ്രസ്താവനകൾ എന്ന് പറയുന്നത്. 1ഉം 3ഉം ഓപ്ഷൻ സി നമുക്കിവിടെ ഉത്തരമായിട്ട് എടുക്കാം. കാരണം ഇതാ സമത്വത്തിൽ അടിയുറച്ചത്, സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ ഇത്, പിന്നെ കുടിൽ ചെറുകിട വ്യവസായങ്ങൾക്ക് പരിഗണന. ഗാന്ധിജിയുടെ സാമ്പത്തിക ആശയങ്ങളെല്ലാം സ്വാധീനിക്കപ്പെട്ട പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ് JC കുമരപ്പ, ശ്രീമാൻ നാരായൺ, ധരംപാൽ തുടങ്ങിയവർ.
കാർഷിക മേഖലയ്ക്കും ചെറുകിട വ്യവസായങ്ങൾക്കും മുൻഗണന നൽകുന്ന വികസനമാണ് സ്വതന്ത്ര ഇന്ത്യ സ്വീകരിക്കേണ്ടെന്ന ആശയമാണ് ഇവർ മുന്നോട്ട് വെച്ചത്. ഇതാണ് ഈ ഒരു ചോദ്യത്തിന്റെ വിശദീകരണം. അടുത്ത ഒരു ചോദ്യം എന്ന് പറയുന്നത് ഇതേ ഏരിയയിൽ നിന്ന് തന്നെയാണ് എന്ന് മനസ്സിലാക്കുക. ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏത്? നമ്മളിപ്പം എന്താണ് പഠിച്ച ആ ഏരിയയിൽ തന്നെയാണ്. ചാണക്യൻ അർത്ഥശാസ്ത്രം, അമർത്യാസൻ ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, ദാദാഭായ് നവറോജി മികച്ച മൂല്യ സിദ്ധാന്തം. ഇത് കൃത്യമായി ഓർത്തു വെക്കുക. നമുക്ക് ലാസ്റ്റ് ഉത്തരത്തിലേക്ക് കടക്കാം പഠിച്ച ശേഷം. അതിലാദ്യം തന്നെ സാമ്പത്തിക ശാസ്ത്ര രംഗത്ത് ഇന്ത്യ ഒട്ടേറെ സംഭാവനകൾ നൽകുകയുണ്ടായി. ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്രാശയങ്ങൾക്ക് മൗര്യ സാമ്രാജ്യത്തോളം പഴക്കമുണ്ട്. ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്ന ചാണക്യന്റെ അർത്ഥശാസ്ത്രം എന്ന ഗ്രന്ഥം ഇന്ത്യയുടെ സാമ്പത്തിക ശാസ്ത്ര സിദ്ധാന്തങ്ങളിൽ പ്രധാനമാണ്. ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ചാണക്യൻ എടുത്തു പറഞ്ഞു. ഇത്തരം നയങ്ങളിലൂടെ സർക്കാരിന് വരുമാന നഷ്ടം തടയാൻ കഴിയുന്നതാണ്. മഗധ എന്ന രാജ്യത്തെ ഒരു സാമ്പത്തിക ശക്തിയാക്കി മാറ്റിയതിൽ ചാണക്യന്റെ പങ്ക് വളരെ വലുതായിരുന്നു. അതായത് ഫലപ്രദമായ സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ അഭാവം ഒരു രാജ്യത്തെ നാശത്തിലേക്ക് നയിക്കുന്നു. അതായത് രാജ്യത്തിന്റെ സാമ്പത്തിക പുരോഗതിക്ക് ശരിയായ നയങ്ങളുടെ പ്രാധാന്യം ഉണ്ടെന്ന് ചാണക്യൻ കാണിക്കുകയാണ്. അപ്പോൾ ഇവിടെ ചന്ദ്രഗുപ്ത മൗര്യന്റെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു ചാണക്യൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൃതിയാണ് അർത്ഥശാസ്ത്രം എന്ന് മനസ്സിലാക്കുക. മറ്റൊന്ന്, ബ്രിട്ടീഷ് ഇന്ത്യയിലെ അറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായിരുന്നു ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ സമ്പത്ത് ചോർത്തിയെടുക്കുന്നതാണ് ബ്രിട്ടീഷ് ഭരണമെന്നും ഇത് ഇന്ത്യയെ ദാരിദ്ര്യത്തിലേക്ക് സാമ്പത്തിക തകർച്ചയിലേക്കും നയിക്കുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇത് ചോർച്ചാ സിദ്ധാന്തം. എന്താണ് ചോർച്ചാ സിദ്ധാന്തം എന്നറിയപ്പെടുന്ന സമ്പത്തിന്റെ ചോർച്ചയ്ക്കുള്ള പ്രധാന കാരണങ്ങൾ ഇവയായിരുന്നു. ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്ക് ഉയർന്ന ശമ്പളം നൽകൽ, ഇന്ത്യയിലെ അസംസ്കൃത വസ്തുക്കൾ തുച്ഛമായ വില നൽകി ശേഖരിച്ച് അതുകൊണ്ടുണ്ടാക്കിയ ഉൽപ്പന്നങ്ങൾ കൂടിയ വിലയ്ക്ക് ഇന്ത്യൻ കമ്പോളത്തിൽ തന്നെ വിറ്റഴിക്കൽ, ബ്രിട്ടന്റെ സാമ്രാജ്യത്വ വികസനത്തിനു വേണ്ടി ഇന്ത്യൻ സമ്പത്ത് കൊള്ളയടിക്കൽ, ഇന്ത്യൻ തൊഴിലാളികളെ അടിമകളെ പോലെ പണിയെടുപ്പിക്കുകയും കാർഷിക വ്യവസായ ഉൽപ്പന്നങ്ങൾ ബ്രിട്ടനിലേക്ക് കയറ്റി അയക്കുകയും ചെയ്യൽ. ബ്രിട്ടീഷ് ചൂഷണത്തെ സംബന്ധിച്ച് രമേശ് ചന്ദ്രദത്തൻ സാമ്പത്തിക ശാസ്ത്രജ്ഞന്റെ പഠനവും സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് കരുത്തേകി. ഓക്കെ, ഇതാണ് ഇവിടെ നമുക്ക് രണ്ടുപേരുടെ കിട്ടി. പിന്നെ ഗാന്ധിജിയുടെ നമുക്ക് ഓൾറെഡി നമ്മളിപ്പോ നോക്കി എന്താണ് ട്രസ്റ്റിഷിപ്പ്. അപ്പൊ 3 ചാണക്യൻ അർത്ഥശാസ്ത്രം, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം, ഗാന്ധിജി ട്രസ്റ്റിഷിപ്പ്. ഇതിലേക്ക് പോയാൽ തന്നെ ചാണക്യൻ അർത്ഥശാസ്ത്രം, മഹാത്മാഗാന്ധി ട്രസ്റ്റിഷിപ്പ്, ദാദാഭായ് നവറോജി ചോർച്ചാ സിദ്ധാന്തം. ഇവിടെ ചോർച്ചാ സിദ്ധാന്തം എന്നല്ല. അപ്പൊ ഇത് തന്നെയാണ് ഉത്തരവ്. നമുക്ക് ഒറ്റയടിക്ക് മനസ്സിലാകും എന്ന് നോക്കാം. ഇനി ഒന്നും കൂടി ഉണ്ട്. 1998 നൊബേൽ സമ്മാനം ലഭിച്ച ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അമർത്യാസൻ. മനുഷ്യക്ഷേമം, സാമ്പത്തിക അസമത്വം, വികസനം എന്നീ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം രചിച്ച ഗ്രന്ഥങ്ങൾ ലോക സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾക്ക് മുതൽക്കൂട്ടായി. ദാരിദ്ര്യരേഖ നിർണ്ണയിക്കുന്നതിലെ അപാകത അമർത്യാസൻ ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യം, അസമത്വം ക്ഷാമം തുടങ്ങിയവയാണ് തന്റെ പഠനങ്ങൾ അദ്ദേഹം പ്രാധാന്യം നൽകിയത്. അതായത് സാമ്പത്തിക ശാസ്ത്രത്തിന്റെ വളർച്ചയിലെ വിവിധ ഘട്ടങ്ങളിൽ പ്രധാന സംഭാവനകൾ നൽകിയ പ്രമുഖ ഇന്ത്യൻ ശാസ്ത്രജ്ഞരെ കുറിച്ചാണ് നമ്മൾ നോക്കിയത്. താഴത്തെ ഒന്നിൽ കണ്ട ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്ര ചിന്തകൾ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവിടെ ദാദാഭായ് നവറോജി നമുക്കറിയാം ചോർച്ചാ സിദ്ധാന്തം. എന്താണ് ചോർച്ചാ സിദ്ധാന്തം? ഇവിടെ ട്രസ്റ്റിഷിപ്പ് ഗാന്ധിജി. ചാണക്യൻ എന്താണ്? ഇവിടെ അർത്ഥശാസ്ത്രമാണ്. അപ്പൊ ഇവിടെ ആരാണ്? അമർത്യാസൻ. ഇത് നമുക്ക് ശരിയാക്കിയാൽ പോലും നമുക്ക് ആ ഒരു ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുമായിരുന്നു. അതിൽ കൃത്യമായി കൊടുത്തിട്ട് ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത് അമർത്യാസനാണെന്ന്. അപ്പൊ ഇത് കണ്ട നമ്മുടെ ഉത്തരം ഇവിടെ ശരിയായി. ഏതാണ്? മിച്ച മൂല്യ സിദ്ധാന്തമല്ല, ചോർച്ചാ സിദ്ധാന്തമാണ് എന്ന് നമുക്കിവിടെ മനസ്സിലാവും. ഇങ്ങനെ നമ്മൾ പഠിച്ചു, ഓരോന്നും കൃത്യമായി തന്നെ വായിച്ച് പഠിച്ചു പോയാൽ മാത്രമേ കാര്യമുള്ളൂ എന്ന് മനസ്സിലാക്കുക. അടുത്ത ഒരു കറണ്ട് അഫയേഴ്സ് ആണ്. താഴെ തന്നിട്ടുള്ളവരിൽ 2024 പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ്? പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തി ആരാണ് എന്നാണ് താഴെ തന്നിട്ടുള്ളവർ. ഇവിടെ പത്മ സുബ്രഹ്മണ്യം ഉണ്ട്, LK അദ്വാനി ഉണ്ട്, ഫാത്തിമ ബീബി ഉണ്ട്, MS സ്വാമിനാഥൻ ഉണ്ട്. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് പത്മ സുബ്രഹ്മണ്യമാണ്. ഓക്കെ, നമുക്ക് നോക്കാം. പത്മ അവാർഡ് 2024 ലിസ്റ്റ് പ്രകാരം 132 പത്മ അവാർഡുകളാണ് നൽകിയിരിക്കുന്നത്. 132 ആണ്. ആരാണ് അംഗീകാരം നൽകുന്നത്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി പ്രധാനമന്ത്രിയും ചേർന്ന് തീരുമാനിക്കുന്നു മാത്രം. 5 പത്മവിഭൂഷണും 17 പത്മഭൂഷണും 110 പത്മശ്രീ പുരസ്കാരങ്ങളും അടങ്ങുന്നതാണ് 2024 പട്ടിക. ഓക്കെ, 5 പത്മവിഭൂഷൺ,
17 പത്മഭൂഷൺ, 110 പത്മശ്രീ. അതിൽ അവാർഡിന് അർഹരായ 30 പേർ വനിതകളും 8 പേർ വിദേശികളും 9 പേർക്ക് മരണാനന്തര പുരസ്കാരങ്ങളുമാണ്. ഓക്കെ, അതുപോലെ 8 മലയാളികൾക്കാണ് 2024 പത്മ അവാർഡ് ലഭിച്ചത്. 2 മലയാളികൾക്ക് പത്മഭൂഷണും 6 മലയാളികൾക്ക് പത്മശ്രീയും ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അത് നോക്കാം. ഇനി പത്മവിഭൂഷൺ ലഭിച്ച പ്രധാനപ്പെട്ട ആളുകളെ നോക്കാം. ഒന്ന് വൈജയന്തി മാല ബാലി. വൈജയന്തി മാല ബാലി അതായത് ബോളിവുഡ് നടിയും ഡാൻസറും ഒക്കെയാണ്, തമിഴ്നാട് സ്വദേശിയാണ്. പിന്നെ ചിരഞ്ജീവി, ആന്ധ്രാപ്രദേശിലെ ചിരഞ്ജീവി, സിനിമാ താരം ചിരഞ്ജീവി. പിന്നെ കുനഡലെ ശിവശങ്കര വരപ്രസാദ്, അതായത് അതാണ് ചിരഞ്ജീവിയുടെ യഥാർത്ഥ നാമം, കുനഡല ശിവശങ്കര വരപ്രസാദ് എന്ന്. പിന്നെ വെങ്കയ്യ നായിഡു ഉണ്ട്. അതുപോലെ ബിന്ദേശ്വർ പതക്, ബീഹാറുകാരനായ സാമൂഹിക മരണാനന്തര ബഹുമതിയാണ് ബിന്ദേശ്വർ പതക്. പിന്നെ പത്മ സുബ്രഹ്മണ്യം, ഭരതനാട്യമാണ്, തമിഴ്നാട് സ്വദേശിനി. ഇനി പത്മഭൂഷൺ നേടിയ മലയാളികൾ നോക്കാം. ഒന്ന് ഫാത്തിമ ബീബി, പത്മഭൂഷൺ ആണ്, ഇവിടെ എന്താണ് പത്മവിഭൂഷണാണ്, പത്മവിഭൂഷണാണ്, ഇവിടെ പത്മഭൂഷൺ, അതുകൊണ്ട് ഫാത്തിമ ബീബി ഉണ്ട്. അതുപോലെ തന്നെ ഒ രാജഗോപാൽ എന്നിവർക്ക് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉഷാ ഉതുപ്പ്, ഗായിക ഉഷാ ഉതുപ്പിനും തമിഴ് നടൻ വിജയകാന്ത്, ബോളിവുഡ് നടൻ മിഥുൻ ചക്രവർത്തി എന്നിവർക്കും പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട്. പത്മശ്രീ 2024 അർഹരായ മലയാളികൾ നോക്കാം. ഒന്ന് സദനം ബാലകൃഷ്ണനാണ്, കഥകളി ആചാര്യൻ സദനം ബാലകൃഷ്ണൻ. മറ്റൊന്ന് തെയ്യം കലാകാരനായ EP നാരായണൻ. 3 കാസർഗോഡ് നെൽകർഷകനായ സത്യനാരായണ ബലേരി. അതുപോലെ തന്നെ എഴുത്തുകാരനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ചിത്രൻ നമ്പൂതിരിപ്പാട്, പകരാവൂർ ചിത്രൻ നമ്പൂതിരിപ്പാട്. ആധ്യാത്മികാചാര്യൻ മുനി നാരായണ പ്രസാദ്. അപ്പോൾ തിരുവിതാംകൂർ കൊട്ടാരത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി തമ്പുരാട്ടി എന്നിവർക്കാണ് പത്മശ്രീ ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, 2 പത്മഭൂഷണും അതുപോലെ 3, 4, 5, 6 എന്താണ് പത്മശ്രീ പുരസ്കാരങ്ങൾ. ഒന്ന് നോക്കാം. 2024 പത്മശ്രീ സദനം ബാലകൃഷ്ണൻ, EP നാരായണൻ, സത്യനാരായണ ബലേരി, ചിത്രൻ നമ്പൂതിരിപ്പാട്, മുനി നാരായണ പ്രസാദ്, അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിബായി. ഓക്കെ, പത്മഭൂഷൺ ആണെങ്കിൽ ഫാത്തിമ ബീബിയും ഒ രാജഗോപാലും. മറ്റ് 3 പേരെ നോക്കുകയാണെങ്കിൽ ഉഷാ ഉതുപ്പിനും വിജയകാന്തിനും മിഥുൻ ചക്രവർത്തിക്കും ലഭിച്ചിട്ടുണ്ട്. ഇനി പ്രധാനപ്പെട്ട ആളുകളെ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ പാപ്പാനായ പാർവതി ബറൂബ, അസാമിലെ പാർവതി ബറൂബയ്ക്ക് 2024 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. പാർവതി ബറൂബ എന്നാണ് പത്മശ്രീ, ആദ്യത്തെ വനിതാ പാപ്പാനാണ് ഇന്ത്യയിലെ. അതുപോലെ തന്നെ കായിക താരങ്ങളായ രോഹൻ ബൊപ്പണ്ണ, ജോഷ്ന ചിന്നപ്പ, ടെന്നീസ് താരമായ രോഹൻ ബൊപ്പണ്ണ, സ്ക്വാഷ് താരമായ ജോഷ്ന ചിന്നപ്പ എന്നിവർക്കും തമിഴ് സാഹിത്യകാരനായ ജോ ഡിക്രൂസിനും എന്താണ് പത്മശ്രീ 2024 ലഭിച്ചിട്ടുണ്ട്. ഇനി 2025 വന്നാൽ 2025 പത്മ അവാർഡുകൾ കൂടി നമുക്ക് നോക്കാം. ഇതിൽ ആകെ പത്മ പുരസ്കാരം 139 പേർക്ക് ലഭിച്ചിട്ടുണ്ട്. 139 പേർ. അതിൽ പത്മവിഭൂഷൺ 7 പേർക്കും പത്മഭൂഷൺ 19 പേർക്കും പത്മശ്രീ 113 പേർക്ക് ലഭിച്ചു. വിഭൂഷൺ 7 പേർക്ക്, ഭൂഷൺ 19 പേർക്ക്, പത്മശ്രീ 113. പത്മ പുരസ്കാരം നേടിയ വനിതകൾ 23 പേരാണ്. 23 പേർക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ സ്പോർട്സ് മേഖലയിൽ നിന്ന് 5 പേർ, വിദേശികൾ 10 പേർ, മരണാനന്തരം 13 പേർ എന്നിങ്ങനെ പുരസ്കാരം നേടിയ ആളുകളാണ്. ഓക്കെ, അതിൽ പത്മവിഭൂഷൺ പുരസ്കാരങ്ങൾ നേടിയവരെ നോക്കാം. ഒന്ന് ദുവൂർ നാഗേശ്വർ റെഡ്ഡി, അതായത് 3 പത്മ അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ഡോക്ടറാണ് ദുവൂർ നാഗേശ്വർ റെഡ്ഡി എന്ന് പറയുന്നത്, തെലങ്കാനക്കാരനാണ്. അതുപോലെ തന്നെ ജഗദീഷ് സിംഗ് ഗെഹാർ, മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ജഗദീഷ് സിംഗ് ഗെഹാർ. അതിലെ കുമുദിനി രജനീകാന്ത് ലഗിയാകല, കഥക് കലാകാരി ഗുജറാത്തുകാരിയായ കുമുദിനി രജനീകാന്ത് ലഗിയാകല. പിന്നെ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, അതായത് കർണാടകയിലെ വയലിനിസ്റ്റായ ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം. മലയാളത്തിന്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MD വാസുദേവൻ നായർ. അതുപോലെ തന്നെ ജപ്പാന്റെ ഒസാമു സുസുക്കി, അതായത് വ്യാപാര വ്യവസായ ഒസാമു സുസുക്കി. അതുപോലെ ബീഹാറിലെ ഗായികയായ മരണാനന്തര ബഹുമതിയായി ശാരദാ സിൻഹ എന്നിവർക്കാണ് ദുവൂർ നാഗേശ്വർ റെഡ്ഡി, ജഗദീഷ് സിംഗ് ഗെഹാർ, കുമുദിനി രജനീകാന്ത് ലഗിയാകല, ലക്ഷ്മി നാരായണ സുബ്രഹ്മണ്യം, MD വാസുദേവൻ നായർ, ഒസാമു സുസുക്കി, ശാരദാ സിൻഹ എന്നിവർക്കാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് ആണ് പിന്നെ വിദേശമാണ്, അതുകൊണ്ടൊന്ന് മനസ്സിലാക്കി വെക്കണം. വിദേശകാര്യമാകുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഒസാമു സുസുക്കി ഉണ്ട്, അതുപോലെ തന്നെ MD വാസുദേവൻ നായർ, പിന്നെ മരണാനന്തര ബഹുമതിയായി ലഭിക്കുന്ന ശാരദാ സിൻഹ എന്നിവരെ കുറിച്ച് ഇവിടെ കൃത്യമായിട്ട് തന്നെ നോക്കി വെക്കണം. അതുപോലെ കേരളത്തിൽ നിന്നും പത്മ അവാർഡ് ലഭിച്ചത് 5 പേർക്കാണ്. അതിൽ പത്മവിഭൂഷൺ നേടിയത് നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ MD വാസുദേവൻ നായർ. ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുക, ഉറപ്പായിട്ട് ചോദിക്കാം. അതുപോലെ പത്മഭൂഷൺ നേടിയ ഒരാളാണ് PR ശ്രീജേഷ്. PR ശ്രീജേഷ് ആണ് പത്മഭൂഷൺ ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരം, അതായത് ധ്യാൻചന്ദിന് ശേഷം പത്മഭൂഷൺ ലഭിക്കുന്ന ആദ്യത്തെ ഹോക്കി താരം കൂടിയാണ്
PR ശ്രീജേഷ്. കേരളത്തിൽ ആദ്യമായി ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരമാണ്. അങ്ങനെ പത്മഭൂഷൺ 2 പേർക്ക്. പത്മശ്രീ പുരസ്കാരം നേടിയത് അയനി വളപ്പിൽ മണി വിജയൻ എന്ന IM വിജയനും അതുപോലെ ഡോക്ടർ ഓമനക്കുട്ടി K ഓമനക്കുട്ടിയാണ്. കർണാടക സംഗീതജ്ഞയായ K ഓമനക്കുട്ടിയാണ്. അദ്ദേഹം മലയാളിയാണ്. ഇങ്ങനെ 2 പേർക്കാണ് പത്മശ്രീ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിന്ന് പത്മ അവാർഡ് 5 പേർക്ക് ലഭിച്ചു. പത്മവിഭൂഷൺ ഒരാള് നമ്മുടെ പ്രിയപ്പെട്ട MD സാർ, അതുപോലെ പത്മഭൂഷൺ PR ശ്രീജേഷും ഡോക്ടർ ജോസ് ചാക്കോ പെരിയപുരവും, അതുപോലെ പത്മശ്രീ ചോദിച്ചാൽ IM വിജയനും ഡോക്ടർ K ഓമനക്കുട്ടി എന്നിവർക്കാണ് മനസ്സിലാക്കുക. അടുത്ത ഒരു ചോദ്യത്തിലേക്ക് വന്നാൽ ഇങ്ങനെയാണ്: ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മൂലധനത്തിനുള്ള പ്രതിഫലം ലാഭമാണ് എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതും നമ്മുടെ 7ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുള്ളതാണ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം, എന്നിട്ട് ഇതിലേക്ക് വരാം. ഒന്ന്, മൂലധനം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. 7ാം ക്ലാസ്സിലെ മൂലധനം എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിനും ഉൽപാദനത്തിന് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ആവശ്യമായ ഒന്നാണ് മൂലധനം എന്ന് പറയുന്നത്. ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്നതിന് ഫാക്ടറി സ്ഥാപിക്കുക, യന്ത്രങ്ങൾ വാങ്ങുക, തൊഴിലാളികൾക്ക് വേതനം നൽകുക, ഉൽപ്പന്ന നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ വാങ്ങിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾക്ക് മൂലധനം ആവശ്യമാണ്. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. ഒന്നുകൂടെ നോക്കുക: ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കളാണ് മൂലധനം എന്നറിയപ്പെടുന്നത്. ഉൽപാദന പ്രവർത്തനത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന യന്ത്രങ്ങൾ, വാഹനങ്ങൾ, കമ്പ്യൂട്ടറുകൾ തുടങ്ങിയവ മൂലധനത്തിൽ ഉൾപ്പെടും. ഓക്കെ, അപ്പൊ മൂലധനം എന്താണ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്താണ് എന്ന് കൃത്യമായി മനസ്സിലായല്ലോ. ഇനി വിജ്ഞാന മൂലധനം എന്ന് പറഞ്ഞ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. നാം ഇന്ന് ജീവിക്കുന്നത് വിജ്ഞാന സമൂഹത്തിലാണ്. വിവര സാങ്കേതിക വിദ്യയും വിജ്ഞാനവും ഉൽപാദനത്തിൽ കാര്യമായ പങ്കാണ് വഹിക്കുന്നത്. വിജ്ഞാന മൂലധനം ആർജിക്കാനുള്ള ശ്രമമാണ് ഇന്ന് ലോകവ്യാപകമായി നടക്കുന്നതെന്നാണ്. അതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. അടുത്തത്, ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒന്ന്, മൂലധനത്തിന്റെ സവിശേഷതകൾ എന്ന്. നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നതും ഇവിടെ നിന്നാണ്. അതായത് ഒന്നാമത് നോക്കുക, മൂലധനം മറ്റ് എല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. 2, മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. 3, മൂലധനം ചലനാത്മകമാണ്. അതുപോലെ തന്നെ എല്ലാ ഉൽപാദന ഘടകങ്ങളെ പോലെ മൂലധനത്തിനും പ്രതിഫലം ലഭിക്കുന്നുണ്ട്. മൂലധനത്തിനുള്ള പ്രതിഫലം പലിശയാണ്. ഇനി ചോദ്യത്തിലേക്ക് വരാം. 1, മൂലധനത്തിലുള്ള പ്രതിഫലം ലാഭമാണ്, അല്ല പലിശയാണ്. മൂലധനത്തിലുള്ള പ്രതിഫലം പലിശയാണ്. മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു. മൂലധനം മറ്റെല്ലാ ഉൽപാദന ഘടകങ്ങളെയും സഹായിക്കുന്നു. ഒന്നാമത്തെ ഏരിയയിലുണ്ട്. മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. നോക്കുക, മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു. മനസ്സിലായില്ലേ? ആദ്യത്തെ 2 പ്രസ്താവനകളും എന്താണ്? ഉൽപാദന ഘടകമായ മൂലധന സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ്. മൂന്നാമത്തത് ഉൾപ്പെടുന്നില്ല. അപ്പൊ ഇവിടുത്തെ ഉത്തരം എന്താണ്? 1ഉം 2ഉമാണ്. 1ഉം 2ഉമാണ് ഇവിടെ ഉൾപ്പെടുന്നത്. കണ്ട, ഇത്രയേറെ നമ്മുടെ എല്ലാം ചോദ്യവും പാഠപുസ്തകത്തിന് കൃത്യമായിട്ട് തന്നെയുണ്ട്. പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അടുത്തത്, ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാമാണ്? ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരൊക്കെയാണെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നിർമ്മല സീതാരാമൻ, മൊറാർജി ദേശായി, ചരൺ സിംഗ്. ഇത് രണ്ടും നമുക്കറിയാം. ചരൺ സിംഗ് ആണോ അല്ലയോ എന്ന് മാത്രമേ നമുക്ക് സംശയമുള്ളൂ. അത് നമുക്ക് തീർക്കാം. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാർ തന്നെ പലതവണ ബജറ്റ് നടത്തിയിട്ടുണ്ട്. ജവഹർലാൽ നെഹ്റു 58, ഇന്ദിരാഗാന്ധി 70, രാജീവ് ഗാന്ധി 87 എന്നിങ്ങനെയാണ് പ്രധാനമന്ത്രിമാർ ബജറ്റ് അവതരിപ്പിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബജറ്റ് അവതരിപ്പിച്ചത് മൊറാർജി ദേശായി 10 ബജറ്റുകൾ അവതരിപ്പിച്ചു. ചിദംബരം 2ാം സ്ഥാനത്ത് 9 ബജറ്റാണ് അവതരിപ്പിച്ചത്. ഇപ്പോഴത്തെ ധനമന്ത്രി നിർമ്മല സീതാരാമനും ബജറ്റുമായി ബന്ധപ്പെട്ട റെക്കോർഡുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. 2020 വർഷത്തിൽ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം അവർ നടത്തിയത്. അപ്പൊ ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയത് നിർമ്മല സീതാരാമനാണ്. 2 മണിക്കൂറും 42 മിനിറ്റുമാണ്. 2 മണിക്കൂറും 42 മിനിറ്റും. 2021 നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച ബജറ്റ് മറ്റൊരു ചരിത്രം സൃഷ്ടിച്ചു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പേപ്പർലെസ് ബജറ്റ്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ പേപ്പർലെസ് ബജറ്റ് അവതരിപ്പിച്ചത് നിർമ്മല സീതാരാമൻ. ആരാണ്? നിർമ്മല സീതാരാമൻ. ഏറ്റവും ദൈർഘ്യമേറിയ ബജറ്റ് പ്രസംഗം നടത്തിയതും നിർമ്മല സീതാരാമനാണ്. അതുപോലെ തന്നെ 2017 വർഷത്തിൽ ബജറ്റ് അവതരണം ഫെബ്രുവരി 28 നിന്ന് ഫെബ്രുവരി 1 മാറ്റി. പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ 1 ആരംഭിക്കുന്നതിനാൽ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടത്ര സമയം ലഭിക്കാത്തതിനാണ് ഫെബ്രുവരി 1 മാറ്റിയത്. ഇനി 1970-71 കാലഘട്ടത്തിൽ ഇന്ത്യയുടെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ച ആദ്യ വനിതാ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു.
അന്നത്തെ ധനമന്ത്രി മൊറാർജി ദേശായി രാജിവെച്ചതിനെ തുടർന്ന് ആ ചുമതല അവർ ഏറ്റെടുത്തത്. ഈ സമയത്ത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്നു. കൂടാതെ ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ധനമന്ത്രി എന്ന പദവിയും അവർ നേടി. എന്നിരുന്നാൽ 1971 മാർച്ചിൽ യശ്വന്ത്റാവു ചവാൻ ധനകാര്യ വകുപ്പ് ഏറ്റെടുക്കുന്നവരെ അവർ ആ സ്ഥാനം വഹിക്കും. കുറച്ചു കാലം മാത്രമേ വഹിച്ചുള്ളൂ. ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രിയാണ് നിർമ്മലാ സീതാരാമൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുഴുവൻ സമയ വനിതാ ധനമന്ത്രി ചോദിച്ചാൽ അത് നിർമ്മലാ സീതാരാമനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ബജറ്റ് 1860 ഏപ്രിൽ 7 ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ സ്കോട്ടിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ജെയിംസ് വിൽസൺ ആണ് ആദ്യത്തെ ഇന്ത്യൻ ബജറ്റ് അവതരിപ്പിച്ചത്. 1947 നവംബർ 26 RK ഷൺമുഖം ചെട്ടി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഇനി ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗം നോക്കിയാൽ 1977 ധനമന്ത്രി ഹിരൂഭായ് മുൽജിഭായ് പട്ടേൽ 800 വാക്കുകൾ കൊണ്ട് ഏറ്റവും ചെറിയ ബജറ്റ് പ്രസംഗം നടത്തി. ഇനി 92 വർഷമായി വെവ്വേറെ അവതരിപ്പിച്ചിരുന്ന റെയിൽവേ ബജറ്റ് 2017 കേന്ദ്ര ബജറ്റിൽ ലയിപ്പിച്ചത്. ഇനി അടുത്തത് നമുക്ക് നോക്കാം ധനമന്ത്രിമാരെ കുറിച്ച് കൃത്യമായി നോക്കുക. ലിയാഖത്ത് അലി ഖാനാണ് ആദ്യത്തെ ധനമന്ത്രി എന്ന് പറയുന്നത് 1946 ഇടക്കാല മന്ത്രിസഭയുടെ കാലത്ത്. അതിനുശേഷം സ്വതന്ത്രമായ സമയം മുതൽ എന്താണ് RK ഷൺമുഖം ചെട്ടി, ആദ്യത്തെ RK ഷൺമുഖം ചെട്ടി, ജോൺ മത്തായ്, CD ദേശ്മുഖ്, TT കൃഷ്ണമാചാരി, ജവഹർലാൽ നെഹ്റു, മൊറാർജി ദേശായി, TT കൃഷ്ണമാചാരി, സജീന്ദ്ര ചൗധരി, മൊറാർജി ദേശായി, ഇന്ദിരാഗാന്ധി, യശ്വന്ത്റാവു ചവാൻ, ചിദംബരം സുബ്രഹ്മണ്യം, ഹരിഭായ് M പട്ടേൽ, ചരൺ സിംഗ്. നോക്കുക, ചരൺ സിംഗ് നോട്ട് ചെയ്ത് നോക്ക്. ചരൺ സിംഗ്, ഹേംവതി നന്ദൻ ബഹുഗുണ, R വെങ്കിട്ടരാമൻ. അതുപോലെ പ്രണബ് മുഖർജി, VP സിംഗ്, രാജീവ് ഗാന്ധി, ND തിവാരി, ശങ്കർ റാവു ചവാൻ, മധു ദണ്ഡാവതെ, യശ്വന്ത് സിൻഹ, മൻമോഹൻ സിംഗ്, ജസ്വന്ത് സിംഗ്. അതുപോലെ P ചിദംബരം, IK ഗുജ്റാൾ, ചിദംബരം, യശ്വന്ത് സിൻഹ, ജസ്വന്ത് സിംഗ്, P ചിദംബരം, മൻമോഹൻ സിംഗ്, പ്രണബ് മുഖർജി, മൻമോഹൻ സിംഗ്, P ചിദംബരം, അരുൺ ജെയ്റ്റ്ലി, അതുപോലെ തന്നെ നിർമ്മലാ സീതാരാമൻ എന്നിവരാണ്. ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൃത്യമായി നമുക്ക് കാണാൻ പറ്റും ചരൺ സിംഗ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ 3 പേരും എന്താണ് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിമാരായിട്ടുള്ളവരാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ഉത്തരം. ഇതാ ചരൺ സിംഗിന് നമ്മൾ എന്താണ് ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. 1979 ചരൺ സിംഗ് ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഏറ്റവും അവസാനം അവസാനത്തെ കുറച്ച് പേരെ നോക്കാം. ചിദംബരം മുതൽ 2004 ചിദംബരം, 2008 മൻമോഹൻ സിംഗ്, 2009 പ്രണബ് മുഖർജി, 2012 വീണ്ടും മൻമോഹൻ സിംഗ്, 2012 ചിദംബരം, 2014 അരുൺ ജെയ്റ്റ്ലി, 2019 നിർമ്മല സീതാരാമൻ. 19 മുതൽ ഇപ്പോഴും നിർമ്മല സീതാരാമനാണ്. ഓക്കെ, ഇതാണ് ഇന്ത്യയുടെ ധനകാര്യ മന്ത്രിമാർ. ഇതിന്റെ PDF നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായി നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഈ ഒരു നമ്മുടെ കോഫി വിത്ത് പ്രശാന്തിൽ ഇത്രയും ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ കൃത്യമായി തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. പഠിക്കാനുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് വീണ്ടും ചോദ്യങ്ങളൊക്കെ ആവർത്തിച്ചേക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായി എന്താണ് ഈ ഒരു പഠനത്തിന് വേണ്ടി നിങ്ങൾ സമയം കണ്ടെത്തി മാറ്റിവെക്കുക. അപ്പോൾ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞ് വളരെയധികം സന്തോഷം. അപ്പോൾ നിങ്ങളുടെ കമന്റുകളാണ് നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. അതുപോലെ നിങ്ങളുടെ ലൈക്കുകളും നന്നായി ലൈക്ക് ചെയ്യുക. നല്ല രീതിയിൽ കമന്റുകളൊക്കെ നിങ്ങൾ എങ്ങനെ മാറ്റം വരുത്തുന്നത് അതൊക്കെ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം. അത്തരത്തിലുള്ള കമന്റുകളൊക്കെ സ്വാഗതം ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ മറ്റു നല്ല അടിപൊളി രാവിലെ അല്ലെങ്കിൽ മോർണിംഗുമായി നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.